എന്ത് ചെയ്യുന്നതും എന്തനുഭവിക്കുന്നതും എല്ലാം മനസ്സിലൂടെയാണ്, ബോധമനസ്സിലൂടെയാണ്. സർവം മനഃകൃതം കൃതം. ഇതെന്തിനാ പറഞ്ഞു തരുന്നത്? നമ്മുടെ ശ്രദ്ധ എപ്പോഴും പുറത്ത് ബാഹ്യമായ കാര്യങ്ങളിലാണ്, ആളുകളിലോ അനുഭവങ്ങളിലോ ആണ്. അപ്പം നമ്മുടെ ശ്രദ്ധ ഏതിലേക്ക് വരണം? നമ്മുടെ മനസ്സിലേക്ക്. കാരണം മനസ്സെന്ന അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ജീവിതത്തിൻ്റെ കെട്ടിടം നിൽക്കുന്നത്. ഇപ്പം കാലില്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റുമോ? കാലിലാണ് നമ്മുടെ ശരീരം നിൽക്കുന്നത്, ബാഹ്യമായി പറഞ്ഞാൽ. എന്നാൽ കാലിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലിലുമല്ല, മനസ്സിലാണ്. ബോധ മനസ്സിലാണ് എന്ത് നിൽക്കുന്നത്? ശരീരം. അതെങ്ങനെ മനസ്സിലായി? ബോധമനസ്സിന്റെ ആരോഗ്യം അല്ലെങ്കിൽ ബോധമനസ്സിന്റെ ശക്തി അതെങ്ങാനും ഒരു അബോധാവസ്ഥയിലേക്കൊന്ന് പോയാൽ, ആ മനസ്സിനൊരു ഇളക്കം വന്നു കഴിഞ്ഞാൽ, താളം തെറ്റൽ കഴിഞ്ഞാൽ, അപ്പോ ശരീരം ഠിം എന്ന് പറഞ്ഞു വീഴും. ഈ മദ്യം കഴിച്ച് തലയ്ക്ക് മത്ത് പിടിക്കുന്ന ആളുകളുടെ മനസ്സിന്റെ ശരീരവുമായിട്ടുള്ള പിടുത്തം വിട്ടു. അതുകൊണ്ടാണ് അവരുടെ ശരീരം ആടിപ്പിടിച്ചു പോകുന്നത്. ആ ഗ്രാവിറ്റിയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ നോക്കൂ, മനസ്സപ്പം കള്ളു കുടിക്കണമെന്നൊന്നുമില്ല. ചെറിയൊരു സെമി അബോധാവസ്ഥയിലൊക്കെ ഉള്ള ആൾക്കാർ അവരും കാലുറക്കില്ല, എന്തുപറ്റും? വീണു പോകും. അപ്പൊ ഈ ശരീരത്തെ ഇങ്ങനെ കുത്തനെ പിടിച്ച് നിർത്തുന്ന ആരാപ്പത്? മനസ്സാണ്. ഈ മനസ്സാണ് എല്ലാറ്റിനും അടിസ്ഥാനം എന്ന് നമ്മൾ പഠിക്കുന്നില്ല. ജീവിതത്തിൻ്റെ അടിസ്ഥാനം ബോധമനസ്സാണ്. ആരെങ്കിലും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇതാണ് നമ്മൾ പഠിക്കേണ്ട വിഷയം. ബോധമനസ്സാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം, ആശ്രയം, അല്ലെ? ആ ഒരു സത്യത്തിലേക്ക് നമ്മളെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ് ഭഗവത്ഗീത. ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ ബോധമനസ്സ് എന്നൊക്കെ പറയുമ്പം എന്തോ ഒരു കുന്തവട നിൽക്കുന്നത് പോലെയാണ്. എന്നാൽ അങ്ങനൊരു സാധനത്തെ നമുക്ക് കണ്ണുകൊണ്ടൊരിക്കലും, അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മുടെ ശ്രദ്ധ കൊണ്ട് വേണം ഇത് തിരിച്ചറിയാൻ. ഏതിനെ? നമ്മുടെ മനസ്സിനെ നമ്മൾ റിയലൈസ് ചെയ്യാൻ നമ്മുടെ ശ്രദ്ധ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അതിലേക്ക് നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതിൻ്റെ പേരാണ് അന്തർമുഖത്വം, അന്തർദൃഷ്ടി, ആത്മജ്ഞാനം. ആത്മജ്ഞാനം എന്നൊക്കെ പറഞ്ഞാൽ അവനവന്റെ മനസ്സിനെ മനസ്സിലാക്കാനുള്ള കഴിവ്. ഭാരതത്തിന്റെ ആത്മീയത എന്ന് പറയുന്നത് മറ്റു മതങ്ങളിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആവുന്ന അവിടെയാണ്. അവരൊക്കെ പ്രാർത്ഥനകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ആത്മജ്ഞാനത്തിലേക്ക് പോകുന്നു.